ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഉള്ളത്. ആദ്യം ഒരു അൺബോക്സിങ് കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം. അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒന്നായിട്ട് വെള്ളം കയറിയിരിക്കണമല്ലോ, എല്ലാവരും വെള്ളത്തിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞങ്ങളടുത്ത് പുഴത്തെ വെള്ളമൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അതും കാണിക്കട്ടോ. അപ്പോൾ അതിന് തന്നെ അൺബോക്സിങ് എന്താണെന്ന് നോക്കാം. ഒന്ന് ചെറിയ 2 സാധനങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് നമ്മുടെ ഹിജാബുണ്ടല്ലോ, ഈ ഷോള് ഞാൻ ഇതുവരെ ഓൺലൈനിൽ വരുത്തിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓൺലൈനിൽ വരുത്തുന്നത്. സാധാരണ ഞാൻ ഷോപ്പിൽ കാണുമ്പോൾ ഇഷ്ടമുള്ള കളർ ഇട്ട് നോക്കിയിട്ട് എടുക്കാറാണ് ചെയ്യട്ടോ. അപ്പോൾ എനിക്കൊരു വൈറ്റ് ഷാളിന് അർജൻറ്റ് ആയിരുന്നു, ഒരു വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട്. അപ്പോൾ അതിലേക്ക് വൈറ്റ് ഷാൾ അർജൻറ്റ് ആയിരുന്നു. എൻ്റെ അടുത്ത് വൈറ്റ് ഷാൾ ഇല്ലായിരുന്നു. അപ്പോൾ വൈറ്റ് നോക്കിയപ്പോൾ അങ്ങനെ കോംബോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നല്ല ലാഭത്തിൽ വരുന്നുണ്ട്. 6 പീസൊക്കെ എടുക്കണമെങ്കിൽ 750 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മെറ്റീരിയൽ എത്രത്തോളം നന്നാവും എന്നുള്ള എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. ഏതായാലും 2 പീസിൻ്റെ എടുത്തു കേട്ടോ, ആമസോണിൽ നിന്നാണ്. ഇതിപ്പോൾ 2 പീസിന് 330 കേട്ടോ വരുന്നത്. കൊറിയർ ചാർജ് അടക്കം 334 അങ്ങനെ എന്താണ് വരുന്നത്, കൊറിയർ ചാർജ് അടക്കം. കുഴപ്പമില്ല കേട്ടോ, സോഫ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ആ റേറ്റിന് ഓക്കെയാണ്. നമുക്ക് ചുറ്റിടാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ സാധാ 1.80 ലെങ്ത്തും അതിനനുസരിച്ചുള്ള എടുത്ത് വരും കേട്ടോ. നമ്മൾ നോർമൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു സൈസ് തന്നെയാണ് വരുന്നത്. എനിക്ക് സൈസിൽ ഡിഫറൻസ് ഉണ്ടാവുക വെച്ചിട്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചിലപ്പം അതിന് കുറേ മുന്നേ ഒന്ന് ഓർഡർ കൊടുത്തിരുന്നു. അപ്പോൾ കുഞ്ഞു ഷാള കിട്ടിയത് എനിക്ക് കിട്ടാം. അപ്പോൾ ഞാൻ പിന്നെ മോക്ക് കൊടുത്തു. പിന്നെ അത് പിങ്ക്, പല കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത് പിങ്കും വൈറ്റും രണ്ടിനും കൂടി 334 കൊറിയർ ചാർജ് അടക്കട്ടോ. കുഴപ്പമില്ല, റേറ്റിന് ഓക്കെയാണ് നമുക്ക്. പിന്നെ ഞാൻ കൊടുത്തത് സ്ലീവാണ്, ഓൺലി സ്ലീവ്. നമ്മളെ ചില ഡ്രസ്സുകൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ബനിയൻ ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിലേക്കൊക്കെ കൈ ഇറക്കിയിട്ടിടാൻ വേണ്ടിയിട്ട് സ്ലീവ്. ഇതും കോംബോ ആയിട്ട് കിട്ടിയത്. ഇതിപ്പോൾ ഞാനൊന്ന് യൂസ് ചെയ്തു കേട്ടോ, അതാണ് ഇങ്ങനെ പുറത്ത് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് ഈ ബ്ലാക്ക്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് രണ്ടിനും കൂടി റേറ്റ് എന്ന് വരുന്നത് 284 കൊറിയർ ചാർജ് അടക്കട്ടോ. നല്ല ക്ലോത്ത് കേട്ടോ, ഞാൻ ഇത് യൂസ് ചെയ്ത് വാഷും ചെയ്തു കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല ക്ലോത്ത്. നമ്മൾ സ്കിന്നിനോട് ഒട്ടിച്ചേർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് വലിക്കണം, ഇങ്ങോട്ട് വലിക്കാം ഏത് ലെവലിലും അത് നിൽക്കൂട്ടാ. ഒരു കുഴപ്പമില്ല, നല്ല യൂസ്ഫുൾ ആയ സാധനം കേട്ടോ. നമുക്ക് കൈയില്ലാത്ത ഡ്രസ്സിനൊക്കെ കൈ കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ വെയിലുള്ള പ്രശ്നങ്ങൾ പുറത്തിറങ്ങുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല സാധനം തന്നെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ. പിന്നെ നമുക്ക് ചെറിയ കേക്കിൻ്റെ വർക്ക് ഉണ്ട്, അതൊന്ന് ചെയ്യണമെന്ന് കാണിക്കാം. അപ്പോൾ ഓക്കെ പറഞ്ഞില്ല കേട്ടോ, ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു ഓർമ്മക്കാണ് ഓക്കെ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിൽക്കി നട്ടിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. 1.5 kg 2 ടയർ കേക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ തന്നെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ മുക്കി വയ്ക്കുന്ന ഈ മിക്സ്, അത് മിൽക്കി മെയ്ഡ്, അതേപോലെ വിപ്പിംഗ് ക്രീം, പാല്, അത് 3 കൂടി മിക്സ് ചെയ്തൊരു എന്താ പറയുക ലിക്വിഡാണ് കേട്ടോ. അതാണ് നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ റിച്ച് ഗോൾഡാണ് സ്ഥിരം ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ആ ക്രീമും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് ഗണേഷാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക അറിയാലോ, വൈറ്റ് ചോക്ലേറ്റൊക്കെ ഇതാക്കി മെൽറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന വൈറ്റ് ലിക്വിഡ്. പിന്നെ നട്ട്സ്, ബദാമും അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. പിന്നെ അത് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ്. നല്ല ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അങ്ങനെ എല്ലാ ലെയറിലും അത് ഫില്ലിങ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ സ്പഞ്ചിൽ ഈ മിൽക്കി നട്ടിൻ്റെ ഫ്ലേവർ പറയുമ്പോൾ സ്പഞ്ച് വൈറ്റ് സ്പഞ്ച്, വാനിലേൻ്റെ സ്പഞ്ചാണ്. ആ സ്പഞ്ചിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ചിട്ട് അതിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇതിലൊരു 1/4 കപ്പ് പറഞ്ഞാൽ 1/2 kg സ്പഞ്ചിന് 1/4 കപ്പ് കൊടുത്തിട്ടുണ്ട്. 1 kg ഒക്കെ ആണെങ്കിൽ ഒരു ഹാഫ് കപ്പ് കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ ഇത് 1.5 kg ആയതുകൊണ്ട് ഒരു ഏകദേശം 3/4 കപ്പ് പൊടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നട്ട്സിൻ്റെ. പിന്നെ ഇനി അവർ തന്നൊരു ഫോട്ടോ ആണ്, അത് പ്രകാരമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പിങ്കിൽ എന്താ പറയുക 2 ടയർ കേക്കിൽ തന്ന ഫോട്ടോയിൽ മുകളിൽ ഇതേപോലെ ഡസ്റ്റൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ഡസ്റ്റിലൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷിമ്മർ പമ്പ് ഉപയോഗിച്ചിട്ട് ഡസ്റ്റ് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പ്രേ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് പരിപാടി തീരും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ആ കൗണ്ടർ ടോപ്പും ചുമരും ഒക്കെ മൊത്തത്തിൽ പാറിപ്പോട്ടെ. ഇതിങ്ങനെ ഈ ഒരു പൊടി ഉണ്ടല്ലോ മൊത്തത്തിൽ എല്ലായിടത്തും ആവട്ടെ.
പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെക്കറേഷൻ വർക്ക് വരുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ഫിറ്റ് ചെയ്യണം. ഇതിപ്പോൾ സത്യത്തിൽ ഇത് ബർത്ത്ഡേ കേക്കാണ് ഒരു കുട്ടീൻ്റെ. പക്ഷേ ഇത് സാധാരണ ഈ തീം ചെയ്യാറ് നമ്മൾ കല്യാണത്തിൻ്റെ വർക്കൊക്കെ ആയിട്ടാണ് ചെയ്യൽ. എൻഗേജ്മെൻറ്റ് വർക്ക്, കല്യാണ വെഡ്ഡിങ്ങിൻ്റെ കേക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു തീം ചെയ്യൽ, ഇങ്ങനെ റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, അവർക്ക് ഇങ്ങനത്തെ ഇഷ്ടം ഉണ്ടാവും ഈ കാരണം, അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനത്തെ തിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഫ്ലവേഴ്സും ഗ്രാസും ഒക്കെ വെച്ചിട്ട് കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കപ്പ് കേക്കുകളും പറഞ്ഞിരുന്നു, എത്ര ഒരു 4 പീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇത് എന്താ പറയുക, നമ്മൾ ഗ്രാസ് നോസിലിൻ്റെ നോസിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും പിങ്ക് കളർ അത് കേക്കിന് മെച്ചാണ് രീതിയിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പിങ്ക് ക്രീം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാസ് നോസിലാണ് അതുകൊണ്ട് എടുത്ത്. ഗ്രാസ് നോസിലാകുമ്പോൾ കുറച്ച് ക്രീം മതി. മറ്റേ നമ്മൾ റോസൻ്റെ ഫ്ലവറൊക്കെ വരയ്ക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്രീം വേണം കേട്ടോ. അപ്പോൾ ഞാൻ കളർ ചെയ്തെടുത്ത ക്രീം കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട്. ഈ ഡിസൈനായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ മുകളിൽ കുറച്ച് സ്റ്റാർസും നമ്മൾ ഷുഗർ ബിറ്റ്സ് ഉണ്ടല്ലോ, സ്റ്റാർസും വെർമിസെല്ലൊക്കെ വെതറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മൊഞ്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫൈനൽ ലുക്ക്, കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കേട്ടോ. പിന്നെ അത് പാക്കൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കസ്റ്റമർ വരുമ്പോൾ എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെ കേക്കിൻ്റെ പണിയൊക്കെ എത്ര ഉള്ളൂ കേട്ടോ. നമ്മളെ അർജുൻ്റെ ന്യൂസ് ഇങ്ങനെ കണ്ടതട്ടെ, ഞങ്ങൾ പുറത്തൊക്കെ നിൽക്കുന്ന വൈകുന്നേരം വെള്ളങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാച്ചിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ സിറ്റൗട്ട് വന്നപ്പോഴാണ് നമ്മൾ അർജുൻ്റെ ന്യൂസ് ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അർജുൻ്റെ ഒക്കെ കഴിഞ്ഞല്ലോ, നമ്മൾ വയനാട് അതിലും വലുതൊക്കെ നടന്നപ്പോൾ അർജുനൊക്കെ ഇപ്പോൾ എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ അല്ല. അപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റില്ല, ഇനിയുള്ള ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളും കുട്ടികളും മക്കളും എന്നൊക്കെ പറഞ്ഞ മാതിരി നാത്തൂനും മോനും ഉമ്മയും ഉപ്പയും ഞാനും കുട്ടികളും കേട്ടോ. നാത്തൂൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഒരു ടൈം ബൈക്കുമ്പോൾ പോയിട്ടുണ്ട്, ഒരു ടൈം ഈ കാറിലൊക്കെ ഓടി കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്ത് തന്നെ കേട്ടോ, വണ്ടിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അടുത്തൊക്കെ വെള്ളമുള്ളതല്ലേ, ഡേഞ്ചർ അല്ലേ വെച്ചിട്ടാണ് വണ്ടി എടുത്ത് കേട്ടോ. നടന്നു പോകാനേ ഉള്ളൂ. കണ്ടില്ല, നമ്മൾ എടുത്ത പാടങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കണം, വെള്ളം നിറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ നേരെ കാണാൻ പോകാൻ വിചാരിച്ച സ്ഥലത്ത് വണ്ടി വിടുന്നില്ല. അവിടെ തിരിക്കാൻ പറഞ്ഞിട്ട് അടക്ക വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അടക്ക ബ്ലോക്കാണ് റോഡ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോന്നു. അവിടെ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ കാണാച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയിട്ടാ. തണുപ്പത്ത് ചായ രസമാണ്, ചായ പരിപാടി രസമാണ് ഈ തണുപ്പുള്ളപ്പോൾ. അപ്പോൾ അവിടെ പുതുപ്പറമ്പ് പോയിട്ട് ചായക്കടയിലാണ് കയറിയിട്ട് ചായയും സ്നാക്സ് കഴിക്കാൻ വെച്ചു. ചായ വേണ്ടവർക്ക് ചായയും കോഫി വേണ്ടവർക്ക് കോഫിയൊക്കെ ആയിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അതേമാതിരി ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ വിടുന്ന് പോട്ടെ, എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ചായ കുടിക്കാൻ അറിയാണ്ട്. ചായ പറഞ്ഞാൽ ഇവിടെ ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചായൻ്റെ ആൾക്കാരെ വീട്ടിലുള്ളവരൊക്കെ അപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങളെ മെയിൻ തറവാട്ടിൽ കിടപ്പം ഞങ്ങൾ പോകുന്നുണ്ട്. മെയിൻ തറവാട്ട് ഞങ്ങൾ ഇപ്പോൾ ഉമ്മയുള്ള തറവാണ്ടല്ലോ, എൻ്റെ വീടിനോട് ചേർന്ന് ഇപ്പോൾ വീട് പണി നടക്കുന്നത്. അതെല്ലാവരുടെയും തറവാടുണ്ടല്ലോ, വലിയമ്മയുള്ള ആ തറവാടത് കേട്ടോ. ആ തറവാട് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലാണ്. ഒരു ഗേറ്റ് ഉള്ളൂ. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ 6 വീടാണ് കിടക്കുന്നത്. 6 എളാപ്പാരെ വീടാന്ന് വെച്ചാൽ പാൻ്റെ അനിയന്മാർ 6 അനിയന്മാരുണ്ട്. 6 അനിയന്മാരെ വീട് ഇതാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ ക്യാമറ ചുറ്റിച്ച് കൊടുക്കുന്നത് അവിടെ അതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് കേട്ടോ. അങ്ങനെ 6 വീട് ഒപ്പം നിൽക്കണം, എല്ലാവരും ഒന്നിച്ചിട്ട് നല്ല രസം. എല്ലാവർക്കും ഒരു എല്ലാവരും മക്കളും എല്ലാവരും ഒരുമിച്ചേക്കാരം എപ്പോഴും നല്ല രസമായിട്ട് പോയാൽ. ഞങ്ങൾ മാത്രമേ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് 4-5 വീട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ തിരിച്ച് നടന്ന വീട്ടിലേക്ക് വന്നത്. പിന്നെ മറ്റൊരു വണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട് നമ്മൾ തറവാട് ഞങ്ങളെ തറവാട് പണിതാ. ഈ ഭാഗം കിച്ചൺ കേട്ടോ. ഞങ്ങളെ ഫ്രണ്ട് ഭാഗത്തേക്ക് തറവാടിൻ്റെ കിച്ചണാണ് വരുന്നത്. ഞങ്ങളെ ഫ്രണ്ട് ഭാഗം അവിടെ തല തിരിഞ്ഞിട്ട് മൊത്തത്തിൽ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട്. ഞങ്ങളെ ഫ്രണ്ട് തയ്യറിക്ക് സിറ്റൗട്ടിക്ക് അവരെ കിച്ചണും ഞങ്ങളെ കിച്ചൻ്റെ ഭാഗത്തേക്ക് അവർ സിറ്റൗട്ടിന് വേണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, താങ്ക് യു.